ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ചാരുലത എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സത്യജിത് റായ് എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ ചെറിയൊരു സമ്മറിയും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിൻ്റെ സമ്മറി നോക്കാം. ചാരുലത ഈസ് എ മൂവി ഡയറക്റ്റഡ് ബൈ സത്യജിത് റായ്. സത്യജിത് റായ് എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. based on a story by Rabindranath Tagore titled നസ്താനിർ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ദ മൂവി ഈസ് സെറ്റ് ഇൻ കൽക്കട്ട ഇൻ ദ ലേറ്റ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലുള്ള കൽക്കത്ത നഗരത്തിലാണ് ഈ സിനിമയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ബംഗാൾ റിനൈസൻസ് ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക് ആൻഡ് ഇന്ത്യ ഈസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ. ആ കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യ അപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലാണ്. സ്വാതന്ത്ര്യ സമരവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂടാതെ ബംഗാൾ നവോത്ഥാനത്തിൻ്റെ ഒരു പീക്കായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അത്. ദ ഫിലിം റിവോൾവ്സ് അറൗണ്ട് ചാരുലത ഓർ ചാരു, ദ ചൈൽഡ്ലെസ്, ഇൻ്റലിജൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വൈഫ് ഓഫ് ഭൂപതി. ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്ന ചാരുലതയാണ്. ചാരു എന്നാണ് അവരെ വിളിക്കുന്നത്. അവർ ഒരു സുന്ദരിയായിട്ടുള്ള നല്ല ബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡാണ് ഭൂപതി. ഹി എഡിറ്റ്സ് ആൻഡ് പബ്ലിഷസ് എ പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പർ. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററാണ്, ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പറാണ്. ഈ സ്വാതന്ത്ര്യ സമര കാലത്തുള്ള ഒരു അത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പത്രമാണ് അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നത്. ഭൂപതി ഈസ് എൻ അപ്പർ ക്ലാസ് ബംഗാളി ഇൻ്റലക്ച്വൽ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്. ആളൊരു അപ്പർ ക്ലാസ്, ഒരു ഉപരിവർഗത്തിലെ റിച്ചായിട്ടുള്ളൊരു ആളാണ്. കൂടാതെ ആളൊരു ബുദ്ധിജീവിയാണ്. രാഷ്ട്രീയത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. ചാരു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് പോയട്രി. ചാരുലത എന്ന് പറയുന്ന കഥാപാത്രം ഈ കലയിലും സാഹിത്യത്തിലെല്ലാം വളരെ താല്പര്യമുള്ള ഒരാളാണ്. ദോ ഭൂപതി ലവ്സ് ഹിസ് വൈഫ്, ഹി ഹാസ് നോ ടൈം ഫോർ ഹെർ. ഇവളുടെ ഹസ്ബൻഡിന് ഇവളോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇവളുടെ കൂടെ ചെലവഴിക്കാനും ഇവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയം അയാൾക്കില്ല. അയാളുടെ ജോലിയുടെ തിരക്കുകളാണുള്ളത്. ഷീ ഹാസ് ലിറ്റിൽ ടു ഡു ഇൻ ദ ഹൗസ് റൺ ബൈ സർവൻസ്. ഇനി വീട്ടിലാണെങ്കിലും അവൾക്കൊന്നും ചെയ്യാനില്ല. വീട്ടിൽ ജോലിക്കാരുണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അപ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ ബോറായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ചാരുലതയ്ക്കുള്ളത്. സെൻസിങ് ഹെർ ബോർഡം, ഭൂപതി ഇൻവൈറ്റ്സ് ചാരുസ് എൽഡർ ബ്രദർ ഉമാപത ആൻഡ് വൈഫ് മന്ദ ടു ലിവ് വിത്ത് ദം. അപ്പോൾ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ബോറായിട്ടിരിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഭൂപതി ഇവളുടെ മൂത്ത സഹോദരനും അവളുടെ വൈഫുമായിട്ടുള്ള ഉമാപതിയെയും മന്ദയെയും അവരുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഉമാപത ഹെൽപ്സ് ഇൻ റണ്ണിങ് ഓഫ് ദ മാഗസിൻ ആൻഡ് ദ പ്രിൻറ്റിംഗ് പ്രസ്. ഉമാപത ഇയാളുടെ ജോലിയിൽ ഇയാളെ സഹായിക്കുന്നുണ്ട്, പ്രിൻറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലും. മന്ദ വിത്ത് ഹെർ സില്ലി വേസ് ഈസ് നോ കമ്പനി ഫോർ ദി ഇൻ്റലിജൻറ്റ് ചാരുലത. പക്ഷെ മന്ദ ഇവളുടെ ഒരു ബോർഡം മാറ്റുന്നതിന്, ഇവൾക്കൊരു കമ്പനി കൊടുക്കുന്നതിന് മതിയാവുന്നില്ല. കാരണം ചാരുലത കുറച്ച് ബുദ്ധിമതിയായിട്ടുള്ള കലയിലും സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. മന്ദ അതുപോലെയല്ല. അതുകൊണ്ട് അവളെ കൊണ്ട് ഇവൾക്ക് പ്രത്യേകിച്ച് കമ്പനിയൊന്നും ലഭിക്കുന്നില്ല. അമൽ, ഭൂപതീസ് യങ്ങർ കസിൻ, കംസ് ഓൺ എ വിസിറ്റ്. ഈ സമയത്താണ് അവരുടെ വീട്ടിലേക്ക് ഭൂപതിയുടെ കസിനായിട്ടുള്ള അമൽ വരുന്നത്. ആളൊരു ചെറുപ്പക്കാരനാണ്. ഭൂപതി ആസ്ക്സ് ഹിം ടു എൻകറേജ് ചാരുസ് കൾച്ചറൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ സമയത്ത് ഭൂപതി അയാളോട് പറയുന്നു, ചാരു ഇവിടെ ബോറടിച്ചിരിക്കുകയാണ്, അവൾക്ക് ഇങ്ങനെ കലയിലും സാഹിത്യത്തിലൊക്കെ താല്പര്യമുണ്ട്, അപ്പോൾ നീ അവൾക്കൊരു കമ്പനി കൊടുക്കണമെന്ന് ഭൂപതി അയാളോട് പറയുന്നു. അമൽ ഈസ് യങ്, ഹാൻസം ആൻഡ് ഈസ് ഓഫ് ദ സെയിം ഏജ് ഗ്രൂപ്പ് ആസ് ചാരു. അമല് നല്ല സുന്ദരനും ചെറുപ്പക്കാരനാണ്. ചാരുവിൻ്റെ ഏറെക്കുറെ അതേ പ്രായം തന്നെയാണ് അയാൾക്കുള്ളത്. ഹി ഹാസ് ലിറ്റററി അംബീഷൻസ് ആൻഡ് ഷെയർസ് ഹെർ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി. ഇനി അയാൾക്കും സാഹിത്യത്തിൽ താല്പര്യമുണ്ട്. ഈ ചാരുവിനെ പോലെ കവിതയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഇയാളും. ഹി പ്രൊവൈഡ്സ് ഹെർ വിത്ത് മച്ച് നീഡഡ് ഇൻ്റലക്ച്വൽ കമ്പാനിയൻഷിപ്പ് ആൻഡ് അറ്റൻഷൻ. ഇപ്പോഴാണ് ഇങ്ങനെ ബോറായിട്ടിരിക്കുന്ന ചാരുവിനൊരു ആശ്വാസമാവുന്നത്. അവൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ അവൾക്കൊരാളെ കിട്ടുന്നു. ആൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്സ് ബിറ്റ്വീൻ ചാരുലത ആൻഡ് അമൽ. അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ സംസാരങ്ങളൊക്കെ തുടർന്നുകൊണ്ട് പതുക്കെ ഇവർ തമ്മിലുള്ളൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് അത് കടക്കുന്നു. ദർ ഇസ് എ ഹിൻഡ് ഓഫ് റൈവൽറി വെൻ ഷീ പബ്ലിഷസ് എ ഷോർട്ട് സ്റ്റോറി ഓൺ ഹെർ ഓൺ വിത്തൗട്ട് ഹിസ് നോളജ്.
ഇങ്ങനെ ഇൻറ്റിമേറ്റ് റിലേഷൻ ആണെങ്കിലും ഈ അമലിന് ചെറിയൊരു ഈഗോ ഉള്ളതായിട്ട് നമുക്ക് അവിടെ ഇടയിൽ കാണാൻ പറ്റും. ചാരു ഇയാളോട് പറയാതെ ഒരു കഥ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അത് പ്രകടമാണ്. He realizes that Charulata is in love with him, but is reluctant to reciprocate due to the guilt involved. ഈ ചാരുവിനെ അയാളോട് ഇഷ്ടമാണ്, പ്രണയമാണെന്നുള്ള കാര്യം അമൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ അമൽ തയ്യാറാവുന്നില്ല. കാരണം അയാളുടെ കസിൻ്റെ വൈഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉള്ള കാരണം കൊണ്ട് അയാൾ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. Meanwhile, Charu's brother and sister-in-law, who were guests in the house, swindle Bhupati of his money and run away. ഈ സമയത്ത് ഇവിടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന ഉമാപതിയും മന്ദയും ചാരുവിൻ്റെ സഹോദരനും ആളുടെ ഭാര്യയും ഭൂപതിയുടെ പണം എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ഭൂപതീസ് ന്യൂസ് പേപ്പർ ആൻഡ് ദ പ്രസ്. അപ്പോൾ ഈ പണമൊക്കെ അവരെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളുടെ ന്യൂസ് പേപ്പറും മറ്റൊക്കെ തകർന്നു പോകുന്നു. ദ എപ്പിസോഡ് ഷാറ്റേഴ്സ് ഭൂപതി ഹു അഡ്മിറ്റ്സ് ഇസ് ഹേർട്ട് ടു അമൽ. ഈ ഒരു സംഭവം സ്വാഭാവികമായിട്ടും ഭൂപതിയെ ആകെ തളർത്തി. എന്നിട്ട് അയാളുടെ വിഷമങ്ങളൊക്കെ അയാളുടെ കസിനായിട്ടുള്ള അമലിൻ്റെ അടുത്താണ് പങ്കുവയ്ക്കുന്നത്. ഹി ടെൽസ് അമൽ ദാറ്റ് നൗ അമൽ ഈസ് ദി ഓൺലി വൺ ഹി കൺ ട്രസ്റ്റ്. അപ്പോൾ അയാൾ പറയുന്നത് അമലിൻ്റെ അടുത്ത്, നിന്നെ മാത്രമാണ് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്, ഞാൻ വിശ്വസിച്ച ആൾ എന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിൽ അമലിനോടുള്ളൊരു വിശ്വാസ പ്രകടനമാണ് ഭൂപതി നടത്തുന്നത്. അമൽ ഈസ് ഓവർകം വിത്ത് ഗിൽട്ട് ഓഫ് ബിട്രേയിങ് ഹിസ് കസിൻ. ഈ സമയത്ത് അമലിന് ആകെ കുറ്റബോധമാവുകയാണ്. കാരണം ഭൂപതി പറയുന്നത് അമലിനെയാണ് അയാൾക്ക് ആകെ വിശ്വാസം എന്ന്. അമലാണെങ്കിൽ അയാളുടെ വൈഫുമായിട്ട് രഹസ്യമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷനിലാണുള്ളത്. അതിൻ്റെ കുറ്റബോധം അമലിനുണ്ടാവുന്നു. ഹി ഈസ് ഓൾസോ അൺകംഫർട്ടബിൾ വിത്ത് ചാരുസ് ഹയർ ഇൻ്റലക്ട് ദാറ്റ് ഹി ഹാസ് ഹെൽപ്ഡ് നെർച്ചർ. കൂടാതെ ചാരുവിൻ്റെ ഇൻ്റലിജൻസ് ഇയാളെക്കാളും കൂടുതലാണ്. നേരത്തെ അയാൾക്കൊരു ഈഗോ ഉള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതും അയാളെ അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. ഹി ലീവ്സ് അൺഅനൗൺസ്ഡ് ടു മാരി ആൻഡ് ഗോ എവേ ടു ഇംഗ്ലണ്ട് ഫോർ ഹയർ സ്റ്റഡീസ്. അങ്ങനെ അയാൾ ആരോടും പറയാതെ അവിടുന്ന് ഇറങ്ങി പോവുകയാണ്. ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് പഠനം തുടരാനും വിവാഹം കഴിക്കാനൊക്കെയാണ് അയാളുടെ പ്ലാൻ ഉള്ളത്. ഹി ലീവ്സ് ബിഹൈൻഡ് എ ലെറ്റർ ടു ചാരു. അപ്പോൾ ഇയാൾ പോവുക എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കത്ത് മാത്രമാണ് അവിടെ വയ്ക്കുന്നത് ചാരുവിനെ ഈ ഒരു അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ചാരു ഈസ് ഹാർട്ട് ബ്രോക്കൺ ബട്ട് ഹൈഡ്സ് എ ഡിസപ്പോയിൻമെൻറ്റ്. അമൽ പോയതിൽ ഇവളാകെ ദുഃഖിതയാണ്. പക്ഷെ അവളുടെ വിഷമം അവൾ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. ഭൂപതി ആക്സിഡൻ്റലി എൻറ്റേഴ്സ് എ റൂം ആൻഡ് ഫൈൻഡ്സ് ഹർ ക്രൈയിങ് ഓവർ അമൽ. യാദൃശ്ചികമായിട്ടാണ് ഭൂപതി ഇവളുടെ വിഷമം മനസ്സിലാക്കുന്നത്. അയാൾ ഒരു ദിവസം റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവള് അമലിനെ ഓർത്തിരുന്ന് കരയുന്നതാണ് കാണുന്നത്. ഭൂപതി റിയലൈസസ് ചാരുസ് ഫീലിംഗ്സ് ഫോർ അമൽ. അങ്ങനെയാണ് ഭൂപതിക്ക് അമലിനോട് വിളിക്കുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഹീസ് ബ്രോക്കൺ, ഷോക്ക്ഡ് ആൻഡ് ബെവിൽഡേഡ് ബൈ ഇറ്റ്. സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് വളരെ ഷോക്കിംഗ് ആണ്. അയാളാകെ ഹൃദയം തകർന്നു പോകുന്നൊരവസ്ഥയിൽ ആവുന്നു. ഹി റഷസ് ഔട്ട് ഓഫ് ദ ഹൗസ്, വാണ്ടേഴ്സ് എയിംലെസ്ലി ഇൻ ഹിസ് കാരേജ്. അയാൾ അവിടുന്ന് വീട് വിട്ടിറങ്ങിയിട്ട് ലക്ഷ്യമില്ലാതെ അങ്ങനെ ആളുടെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ഓൺ ഹിസ് റിട്ടേൺ ചാരു ആൻഡ് ഭൂപതി മേക്ക് എ ഹെസിറ്റൻറ്റ് ജസ്റ്റർ ടു റീച്ച് ഔട്ട്. അയാൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് ഈ സിനിമയുടെ അവസാന രംഗം വരുന്നത്. ബട്ട് ദർ എക്സ്റ്റെൻഡഡ് ഹാൻഡ്സ് റിമെയിൻ ഫ്രോസൺ ഇൻ എ ടെൻറ്റേറ്റീവ് ജസ്റ്റർ. പക്ഷെ കൈ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിങ്ങനെ കൈ നീട്ടി എത്താത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ആ സിനിമയുടെ അവസാന രംഗത്തിൽ കാണുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ പ്രൊഫഷൻ ഓഫ് ഭൂപതി? ഭൂപതിയുടെ ജോലി എന്തായിരുന്നു? ഭൂപതി വാസ് എൻ എഡിറ്റർ ആൻഡ് പബ്ലിഷർ ഓഫ് എ പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പർ. ഒരു പൊളിറ്റിക്കൽ ന്യൂസ് പേപ്പറിൻ്റെ പബ്ലിഷറും എഡിറ്ററും ആയിരുന്നു ഭൂപതി. വൈ ഡിഡ് ഭൂപതി ബ്രിങ് ഉമാപത ആൻഡ് മന്ദ ടു ലിവ് വിത്ത് ഹിം? എന്തിനാണ് ഭൂപതി ഉമാപതയെയും മന്ദയെയും അവരുടെ കൂടെ താമസിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വിളിക്കുന്നത്? ഭൂപതി ബ്രോട്ട് ഉമാപത ആൻഡ് മന്ദ ടു ലിവ് വിത്ത് ഹിം ടു അലിവിയേറ്റ് ചാരുസ് ബോർഡം. അവളുടെ വൈഫ് ചാരു വീട്ടിൽ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾക്കൊരു കമ്പനി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇയാൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. വൈ ഡിഡ് ഭൂപതി ആസ്ക് അമൽ ടു പ്രൊവൈഡ് ചാരു വിത്ത് കമ്പാനിയൻഷിപ്പ്? എന്തുകൊണ്ടാണ് ഭൂപതി ആളുടെ കസിൻ അമലിൻ്റെ അടുത്ത് ചാരുവിന് ഒരു കമ്പനി കൊടുക്കാൻ പറയുന്നത്? നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ്, അവൾ ബോറടിച്ചിരിക്കുകയാണ്. കൂടാതെ ഭൂപതി ആസ്ക്ഡ് അമൽ ടു പ്രൊവൈഡ് ചാരു വിത്ത് കമ്പാനിയൻഷിപ്പ് ടു എൻകറേജ് ഹെർ കൾച്ചറൽ ഇൻട്രസ്റ്റ്. അവളുടെ കൾച്ചറലായിട്ടുള്ള ഇൻട്രസ്റ്റ്, ഈ സാഹിത്യത്തിലും കലയിലുള്ള താല്പര്യം, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയിട്ട് വേണ്ടിയാണ് ഈ അമലിൻ്റെ അടുത്ത് അവൾക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഹൗ ഡിഡ് ഭൂപതി ലൂസ് ഹിസ് ട്രസ്റ്റ് ഇൻ ഉമാപത? ഭൂപതിക്ക് എങ്ങനെയാണ് ഉമാപതയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്? ഭൂപതി ലോസ് ഹിസ് ട്രസ്റ്റ് ഇൻ ഉമാപത വെൻ ഹി ആൻഡ് ഹിസ് വൈഫ് സ്വിൻഡിൽഡ് ഭൂപതി ഓഫ് ഹിസ് മണി ആൻഡ് റാൻ അവേ. ഭൂപതിക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും
അയാളുടെ പണം എടുത്തുകൊണ്ട് ഇവർ പോകുന്ന സമയത്താണ്. വാട്ട് കോസ്റ്റ് ഗിൽറ്റ് ഇൻ അമൽ? അമലിന് കുറ്റബോധം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അമൽ ഫെൽറ്റ് ഗിൽറ്റ് ഫോർ ബിട്രേയിങ് ഹിസ് കസിൻ ആൻഡ് വാസ് അൺകംഫർട്ടബിൾ വിത്ത് ചാരുസ് ഹയർ ഇൻ്റലക്ട്. അമൽ പ്രധാനമായിട്ടും കുറ്റബോധത്തിനുള്ള കാരണം അയാളുടെ കസിൻ്റെ വൈഫുമായിട്ടാണ് അയാൾക്കൊരു ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളത്. അതിലാണ് അയാൾക്ക് കുറ്റബോധം. കൂടാതെ ഈ ചാരുവിന് ഇയാളെക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളൊരു ഈഗോയും അയാൾക്കുണ്ടായിരുന്നു. വാട്ട് വെർ അമൽസ് റീസൺസ് ടു ലീവ് ഭൂപതീസ് ഹൗസ്? ഭൂപതിയുടെ വീട് വിട്ടു പോകുന്നതിനുള്ള അമലിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? അമൽ ലെഫ്റ്റ് ഭൂപതീസ് ഹൗസ് അൺഅനൗൺസ്ഡ് ടു മാരി ആൻഡ് പെർസ്യൂ ഹയർ സ്റ്റഡീസ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ പോയിട്ട് തുടർന്ന് പഠിക്കാനും അതുപോലെ വിവാഹിതനാവാനും വേണ്ടിയിട്ടാണ് അയാൾ വീട് വിട്ട് പോകുന്നത്. ഇത് പറയപ്പെടുന്ന കാരണമാണെങ്കിലും അയാളുടെ കുറ്റബോധവും ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് നമുക്ക് അറിയാം. വൈ വാസ് ചാരു ഹാർട്ട് ബ്രോക്കൺ? ഇനി ചാരുവിൻ്റെ ഹൃദയം തകരുന്നത് എങ്ങനെയാണ്? ചാരു വാസ് ഹാർട്ട് ബ്രോക്കൺ ബിക്കോസ് ഓഫ് അമൽസ് ഡിപ്പാർച്ചർ ആൻഡ് ഹിസ് ലാക്ക് ഓഫ് റെസിപ്രോക്കേഷൻ. അമൽ അവിടുന്ന് പറയാതെ പോകുമ്പോഴും അതുപോലെ അവൾക്ക് അവനോടുള്ള ഫീലിങ്സ് അയാൾ തിരിച്ച് പ്രകടിപ്പിക്കാത്തതുമാണ് ഈ ചാരുവിൻ്റെ ഹൃദയം തകരുന്നതിനുള്ള കാരണമായിട്ട് വരുന്നത്. വാട്ട് കോസ്റ്റ് ഭൂപതി ടു വാണ്ടർ എയിംലെസ്ലി ഇൻ ദി എൻഡ്? ഇനി സിനിമയുടെ അവസാനം ഭൂപതി ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഭൂപതി വാണ്ടഡ് എയിംലെസ്ലി ഇൻ ദി എൻഡ് ഡ്യൂ ടു ദ ഷോക്ക് ആൻഡ് ഡിസ്പയർ കോസ്ഡ് ബൈ ചാരുസ് ഫീലിങ്സ് ഫോർ അമൽ. ചാരുവിന് അമലുമായിട്ടുള്ള ഫീലിങ്സ് ഇയാൾ തിരിച്ചറിയുന്നതിന് ശേഷമാണ്, അതിൻ്റെ ഒരു ഷോക്കിലാണ് ഇയാൾ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ചാരു ടു റീകൺസൈൽ വിത്ത് ഭൂപതി? വൈ? ഇനി ചാരുവിന് വീണ്ടും ഭൂപതിയുമായിട്ട് ഒന്നിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? നമ്മുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും. ഞാനൊരു സാമ്പിൾ ആൻസറാണ് ഇവിടെ തന്നിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ആസ് നെയ്തർ ഓഫ് ദം ഹാസ് കമ്മിറ്റഡ് എനി സീരിയസ് സിൻസ്. കഴിയും, കാരണം രണ്ടുപേരും ഒരു വലിയൊരു കുറ്റം ചെയ്തിട്ടില്ല. ഭൂപതി അവളുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല എന്നുള്ളത് ഒരു വശമുണ്ട്, അയാൾ ജോലിയുടെ തിരക്കിലാണ്. ഇവളെ സംബന്ധിച്ചിട്ട് അമലിൻ്റെ അടുത്തൊരു ഫീലിങ്സ് ഉണ്ടായി എന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇത് രണ്ടും ഒരു അളവ് വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ ഇന്റലക്ച്വൽ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. കൂടാതെ രണ്ടുപേരും ഇന്റലക്ച്വൽസ് ആണ്, ബുദ്ധിയുള്ളവരാണ്, അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി കഴിയും. ഇത് ടാഗോറിന്റെ കഥയിൽ ഈ രീതിയിലാണ് ഇതിന്റെ അവസാനം വരുന്നത്. രണ്ടുപേരും ഒന്നിക്കുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ചാരുലത ഇയാളുടെ കൂടെ വരട്ടെ എന്ന് ഭൂപതിയോട് ചോദിക്കുന്നതാണ് ഈ കഥയിലെ അവസാന രംഗം. സത്യജിത്തായി അത് സിനിമയാക്കിയപ്പോൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു മാറ്റമുണ്ട്. അത് വ്യക്തമായിട്ട് അവർ ഒന്നിക്കുമോ ഇല്ലയോ എന്ന് കാണിക്കാത്ത രീതിയിലാണ് സത്യജിത്തായി സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അതിനകത്ത് എഴുതാവുന്നതാണ്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പാരഗ്രാഫ് എസ്സേയുടെ ഫുൾ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. എൻ്റെ കോൺടാക്റ്റ് ഞാൻ താഴെ കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കത് സെൻഡ് ചെയ്ത് തരാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, വൈ വാസ് ചാരുലത എ ലോൺലി വൈഫ്? എന്തുകൊണ്ടാണ് ചാരുലത ഒരു ഏകാഗിയായിട്ടുള്ള വൈഫായിട്ട് ഈ കഥയിൽ വരുന്നത്? ഭൂപതി, ഹെർ ഹസ്ബൻഡ്, വാസ് അബ്സോർബ്ഡ് ഇൻ ഹിസ് ന്യൂസ് പേപ്പർ വർക്ക്. ഒന്നാമതായിട്ട് അവളുടെ ഹസ്ബൻഡ് ഭൂപതി അയാളുടെ ഈ ന്യൂസ് പേപ്പറുമായി ബന്ധപ്പെട്ട ജോലികളുടെ തിരക്കിലാണുള്ളത്. ചാരു ഹാഡ് ലിറ്റിൽ ടു ഡു ഇൻ ദ ഹൗസ് റൺ ബൈ സർവൻസ്. രണ്ടാമത്, വീട്ടിൽ അവൾക്കൊന്നും ചെയ്യാനില്ല, ജോലിക്കാരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവൾ ഒരുപാട് സമയം വെറുതെ ഇരിക്കുകയാണ്. ഹെർ ഇൻട്രസ്റ്റ് ഇൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഐസൊലേറ്റഡ് ഹെർ ഫ്രം ഭൂപതീസ് പ്രിയോക്യുപ്പേഷൻസ്. കൂടാതെ അവൾക്ക് സാഹിത്യത്തിലും കലയിലുമുള്ള താല്പര്യമുണ്ട്. അത് ഭൂപതിയുമായിട്ട് അവൾക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല അയാളുടെ തിരക്കുകൾ കാരണം കൊണ്ട്. ഇനി അത് മാത്രമല്ല, വേറെ ആരും അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവൾ ലോൺലി ആയിട്ട് വരുന്നത്. ഹൗ ഡസ് സത്യജിത് റായ് ബ്രിങ് ഔട്ട് ദി ഇന്റേണൽ കൺഫ്ലിക്റ്റ് ഓഫ് ഹിസ് ക്യാരക്ടേഴ്സ്? ഇനി ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ എങ്ങനെയാണ് റായ് പ്രകടിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. ത്രൂ സബ്റ്റിൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പ്രഷൻസിലൂടെയും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് അഭിനയത്തിലൂടെയാണ്. ഡയലോഗ്സ് ദാറ്റ് റിവീൽ ഇന്നർ തോട്ട്സ് ആൻഡ് ദി ഇമോഷൻസ്. കൂടാതെ അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ കാണിക്കുന്ന ഡയലോഗുകളിലൂടെയും. സിംബോളിക് യൂസ് ഓഫ് സീൻസ് ആൻഡ് സിറ്റുവേഷൻസ് ടു റെപ്രസെന്റ് ഇന്റേണൽ സ്ട്രഗിൾസ്. കൂടാതെ മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതായത് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെ ഓരോ സീനുകളിൽ ചിത്രീകരിക്കുക. ഈ ക്ലൈമാക്സ് സീനിൽ ഇതുപോലെ ഇങ്ങനെ കുറേ ഷോട്ടുകളുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ രീതിയിലുള്ള സീനുകളിലൂടെ കൂടിയാണ് ഈ കഥാപാത്രങ്ങളുടെ ഇന്റേണൽ കൺഫ്ലിക്റ്റ് റായ് കൺവേ ചെയ്യുന്നത്. കമൻറ്റ് ഓൺ ദ ലാസ്റ്റ് സീൻ ഓഫ് ദ ഫിലിം. ഇനി സിനിമയുടെ ലാസ്റ്റ് സീനിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഭൂപതീസ് എയിംലെസ് വാണ്ടറിങ് റിഫ്ലക്സ് ഇസ് ഇമോഷണൽ ടർമോയിൽ. ഭൂപതി ഇങ്ങനെ ലക്ഷ്യമില്ലാതെ അലയുന്നത് അയാളുടെ
ആ ഒരു വൈകാരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ദ ഹെസിറ്റന്റ് ജെസ്റ്റർ ബിറ്റ്വീൻ ചാരു ആൻഡ് ഭൂപതി പോർട്രേസ് അൺറിസോൾവ്ഡ് ടെൻഷൻ. ഇനി ഇവർ രണ്ടുപേരുടെയും ഹെസിറ്റന്റ് മടിച്ചിട്ടാണ് കൈ നീട്ടുന്നത്. അത് ഇവരുടെ ഇടയിൽ ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന ടെൻഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ദ ഫ്രോസൺ ഹാൻഡ് സിംബലൈസ് ദ കോംപ്ലക്സിറ്റി ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ്. കൂടാതെ ഇവർ കൈ കൊടുക്കുന്നത് ഇവർ കൈ ചേർത്ത് പിടിക്കുമോ ഇല്ലയോ എന്ന് അറിയാതെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ അൺസർട്ടനിറ്റി, അതെന്താവും എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തതും കൂടി അവിടെ ഈ സീനിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, The Bengali Renaissance was essentially a bourgeois male fantasy backed by wealth, lofty ideals and self-indulgence. ഈ ബംഗാളി നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വ സങ്കല്പമാണ്. പുരുഷ കേന്ദ്രീകൃത സമ്പത്തിൽ മാത്രം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സംവിധാനമാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ഓൺ ദ ബേസിസ് ഓഫ് സത്യജിത് റായ്സ് ഫിലിം ചാരുലത, ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ചിട്ട് പറയാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭൂപതിസ് ഇന്റലക്ച്വൽ പെർസ്യൂട്ട്സ് റിഫ്ലെക്ട്സ് വെൽത്ത് ആൻഡ് ഇന്റലക്ച്വൽ പെർസ്യൂട്ട്സ് ഓഫ് ദ ബൂർഷ്വ ക്ലാസ്. ഭൂപതി ഒരു ബൂർഷ്വ ക്ലാസ്സിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിൽ പെട്ടിട്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇന്റലിജൻസ് അവിടെ അല്ലെങ്കിൽ ഇന്റലക്ട് അവിടെ കാണുന്നുണ്ട്. ഭൂപതിസ് റോൾ ആസ് എ ന്യൂസ് പേപ്പർ എഡിറ്റർ സിംബലൈസസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് ഓൺ ഇന്റലക്ച്വൽ എൻഡവേഴ്സ്. കൂടാതെ ഈ ഭൂപതി എന്ന് പറയുന്ന ആൾ ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററാണ്. അയാളൊരു സമ്പന്നനായതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ ന്യൂസ് പേപ്പർ നടത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അത്ര സമ്പത്തില്ലാത്ത ആളുകൾക്ക് ഇന്റലക്ച്വലായിട്ട് എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് സമ്പത്തിന്റെ ഒരു ബാക്കിംഗ് ഉള്ളത് എത്ര ഗുണകരമാണ്, എത്ര എളുപ്പമാക്കുന്നു എന്നുള്ള കാര്യം അവിടെ കാണുന്നുണ്ട്. ആ രീതിയിൽ ഇതൊരു ബൂർഷ്വ ഫാന്റസിയാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ലിമിറ്റഡ് റോൾ ഫോർ ചാരുലത, അതുപോലെ തന്നെ ഇതൊരു പുരുഷ കേന്ദ്രീകൃത സംവിധാനമാണ് നമുക്ക് ഈ ചാരുലതയുടെ അവസ്ഥയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയും. ചാരുലതാസ് ഐസൊലേഷൻ ആൻഡ് ബോർഡം ഡെപ്പിക്ട് ദ സെൽഫ് ഇന്റലിജൻസ് ഓഫ് ഭൂപതിസ് പെർസ്യൂട്ട്. ഭൂപതി സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നവോത്ഥാനത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ടെങ്കിലും അയാളിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അയാളുടെ വൈഫ് ഇവിടെ ഏകാന്തതയിൽ അവളുടെ ഇഷ്ടങ്ങൾ, അവളുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദ ഫോക്കസ് ഓൺ ചാരുസ് ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് ഹൈലൈറ്റ് ദ ഡിസ്പാരിറ്റി ഇൻ ദർ ഇന്റലക്ച്വൽ ഫ്രീഡംസ്. അതുപോലെ തന്നെ ചാരുവിൻ്റെ ഈ കലയിലും സാഹിത്യത്തിലുള്ള അഭിരുചി നമ്മൾ കാണുന്നുണ്ട്. അവിടെ രണ്ടുപേർക്കുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വ്യത്യാസം നമ്മളവിടെ കാണുന്നുണ്ട്. ആ രീതിയിലാണ് ഈ ബംഗാളി നവോത്ഥാനം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃത ഒരു ബൂർഷ്വ സങ്കല്പമാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ക്യാരക്ടർ ഓഫ് ചാരുലത പ്രോബ്ലമാറ്റൈസ് ദ പ്രീസപ്പോസ്ഡ് റോൾ ഓഫ് ദ കണ്ടംപററി ഇന്ത്യൻ വുമൺ. സമൂഹം സ്ത്രീകൾക്ക് മുൻകൂട്ടി കൽപ്പിച്ച് നൽകിയിട്ടുള്ള ഒരു റോളിനെ എങ്ങനെയാണ് ചാരുലതയുടെ ക്യാരക്ടർ പ്രശ്നവൽക്കരിക്കുന്നതാണ് ചോദ്യം. ഇന്റലക്ച്വൽ ഡെപ്ത്. ഒന്നാമത് ചാരുലതയുടെ ഇന്റലിജൻസ് ആണ്. ചാരുലത ചലഞ്ചസ് ദ സ്റ്റീരിയോടൈപ്പിക്കൽ റോൾ ഓഫ് വുമൻ ആസ് ഹോം മേക്കേഴ്സ്. വീട്ടിലെ ജോലികൾ ചെയ്തിരിക്കുന്നവരാണ് സ്ത്രീകൾ എന്നുള്ള സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെ ചാരുലത ചലഞ്ച് ചെയ്യുന്നുണ്ട്. Her deep interest in arts, literature and poetry challenges the limited intellectual expectations of women. സാധാരണഗതിക്ക് സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് സമൂഹം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടതെന്നല്ല പറയുന്നത്. പക്ഷെ ആ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ചാരുലത വരുന്നത്. അവൾക്ക് സാഹിത്യത്തിലും അതുപോലെ തന്നെ കലയിലും എല്ലാം വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ലോൺലിനെസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. Charu's loneliness stems from her unfulfilled intellectual potential, questioning societal expectations. ചാരുവിൻ്റെ ഏകാന്തത പ്രധാനമായിട്ട് വരുന്നത് വീട്ടിൽ വേറെ ആളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവളുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, അവളുടെ കലയിലും സാഹിത്യത്തിലുള്ള അഭിരുചി അവൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പല പുരുഷന്മാരും പല സിനിമകളിലും അല്ലെങ്കിൽ കഥകളിലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, ഈ വൈഫിൻ്റെ അടുത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന വൈഫിൻ്റെ അടുത്ത് നിനക്കിവിടെ എന്തിൻ്റെ കുറവാണുള്ളത് എന്നുള്ള രീതിയിൽ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത്തരമൊരു ചോദ്യത്തെയാണ് ഇവിടെ ചാരുലത പ്രശ്നവൽക്കരിക്കുന്നത്. സമ്പത്ത് മാത്രം ഉണ്ടായാൽ പോരാ, അവളുടെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽ കൊണ്ടാണ് അവൾക്ക് ഏകാന്തത ഉണ്ടാവുന്നത്. ഭൂപതിസ് ഫെയിലിയർ ടു റെക്കഗ്നൈസ് ചാരുസ് നീഡ്സ് പ്രോബ്ലമാറ്റൈസ് ദ ട്രഡീഷണൽ റോൾ ഓഫ് വിമൻ ആസ് പാസീവ് കമ്പാനിയൻസ്. ഇനി ഭൂപതി അവളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവളുടെ ഈ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള, ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരം നൽകാൻ കഴിയാത്തത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ കമ്പാനിയനാണ്, തിരിച്ചങ്ങോട്ടും എന്നുള്ള ഒരു സങ്കല്പം സമൂഹത്തിൽ ഇല്ലാത്തതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അൺകൺവെൻഷണൽ റിലേഷൻഷിപ്സ്. ഇനി റിലേഷൻഷിപ്പാണ് വരുന്നത്. ചാരുലതാസ് intimate relationship with Amal challenges the conventional notions of fidelity and the societal expectations.
കൂടാതെ ഈ ഭർത്താവിനോട് ഇങ്ങനെ ലോയലായിട്ട് പതിവ്രതയായിട്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് സ്ത്രീകൾക്ക് സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പോൾ അമലുമായിട്ട് അവൾക്ക് ഉണ്ടാകുന്ന ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അതിനെ പ്രശ്നവൽക്കരിക്കുന്നതാണ്. Her pursuit of intellectual companionship with Amal challenges the predefined roles for married women. കൂടാതെ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ കുടുംബം നോക്കി ജീവിക്കുന്നുള്ള സമൂഹത്തിന്റെ സങ്കല്പത്തിനെ എതിർക്കുന്നതാണ് അവളുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പാനിയനെ കണ്ടെത്തുന്നതിലൂടെ നമ്മൾ കാണുന്നത്. ആ രീതിയിലാണ് ചാരുലത എന്ന് പറയുന്ന കഥാപാത്രം സമൂഹത്തിന്റെ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന പ്രശ്നവൽക്കരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.